ക്രൈം സ്റ്റോറി നമ്പർ 6. ക്രിമിനൽസ് കൂടുന്ന റെയിൽവേ. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന മാർഗം. അവിടെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുവെന്നാണ് റിപ്പോർട്ട്. പറഞ്ഞു വരുന്നത് റെയിൽവേയിലെ താൽക്കാലിക ജീവനക്കാരെ കുറിച്ചാണ്. ഇത് യാത്രക്കാരുടെ സുരക്ഷയെ പോലും ബാധിക്കുന്നുവെന്നാണ് റെയിൽവേ പോലീസിന്റെ റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് യാത്രക്കാരിയായ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയ ക്ലീനിംഗ് സ്റ്റാഫ് അറസ്റ്റിലാകുന്നു. പിന്നാലെ കോട്ടയത്ത് 7 വയസ്സുകാരന് നേരെ ആക്രമണമുണ്ടാകുന്നു. ഒപ്പം ആലപ്പുഴയിൽ യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ കവർന്നു. അതുമാത്രമല്ല, ട്രെയിൻ വഴി മദ്യക്കടത്തും കഞ്ചാവ് കടത്തും. ഏറ്റവും ഒടുവിലായി ഇന്നലെ ബംഗാൾ സ്വദേശി, അതായത് 56 കിലോ കഞ്ചാവ് കടത്തിയ ബംഗാൾ സ്വദേശിയാണ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒരു വർഷത്തിനിടെ താൽക്കാലിക ജീവനക്കാരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തത് 6 കേസുകൾ. ബെഡ്റോൾ, പാൻട്രി, ക്ലീനിംഗ് സ്റ്റാഫ്, ഈ 3 വിഭാഗങ്ങളിലേക്കും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് വിവിധ സ്വകാര്യ ഏജൻസികളാണ്, കൂടുതലായും ഉത്തരേന്ത്യക്കാരെ. എന്നാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് നിയമനം. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് റെയിൽവേ പോലീസിന്റെ റിപ്പോർട്ട്. താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട കഴിഞ്ഞ 1 വർഷത്തിനിടെ പല തവണയാണ് റെയിൽവേ പോലീസ് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. എന്തായാലും യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയത്തിൽ അടിയന്തരമായി നടപടിയെടുക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ്.